ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോഡ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ കാണാനല്ലേ, നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. ബാക്കി എല്ലാവരും നിങ്ങളെ വന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കുറേ ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ എന്നെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സൽസബിൻ എന്നാണ്, നിങ്ങളുടെ എക്കണോമിക്സിൻ്റെ ടീച്ചറാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എക്കണോമിക്സ് എന്ന് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നത് ആ ഒരൊറ്റ കാര്യത്തിലാണ്, ഇക്വേഷൻസ് ഒക്കെ പഠിക്കാൻ അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വഴി ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമല്ല, ഇത് മോട്ടിവേഷൻ ഒന്നുമല്ല, ഇത് എന്ത് മാത്രമാണ്, കുറച്ച് പഠന രീതികളെ കുറിച്ച് മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം തരും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു ഒന്നായിട്ട് പഠിച്ച് പാസ്സായി നല്ല മാർക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ എക്കണോമിക്സിൻ്റെ എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് കിട്ടണേ മക്കളെ എജുപോഡിൻ്റെ ഈ പറഞ്ഞ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇത് ഫോളോ അപ്പ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യം നിങ്ങൾക്കാണെന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്ലസ് ടുവിൽ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്ന ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. നമുക്ക് ആ പഠിക്കുന്ന ഇക്വേഷൻസിലൊക്കെ മെയിനായിട്ട് 3 ഇക്വേഷൻസിൻ്റെ ടൈപ്പാണ് ഉണ്ടാവാറില്ലേ. 1 ടോട്ടൽ വെച്ചിട്ടുള്ളത്, 2 ആവറേജ് വെച്ചിട്ടുള്ളത്, 3 മാർജിനൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാർജിനൽ എന്ന് പറയുമ്പോൾ നമ്മളതിന് മലയാളത്തിൽ പറയും സീമാന്ത, ശരാശരി എന്ന് പറയുന്ന ആവറേജ് ആണ്, ആൻഡ് ആകെ എന്ന് പറയുന്ന ടോട്ടൽ വെച്ചിട്ടാണ് അല്ലേ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന മൈക്രോയിലെ 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5 ചാപ്റ്റർ, ഇങ്ങനെ 5 ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാറുണ്ടാവുക. ഇതിലെല്ലാത്തിനും വെച്ചിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റുകളൊക്കെ വെച്ച് പഠിക്കണമെങ്കിൽ ആദ്യത്തെ 4 ചാപ്റ്ററുകളായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് മെയിനായിട്ട് വരുന്നത്. ആ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് 1ാമത്തെ ട്രിക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പഠിച്ചെടുക്കുന്ന കാര്യം ആവറേജ് കാണാൻ ട്രിക്കാണ്. ഓക്കെ, ഈ ആവറേജ് കാണാൻ വളരെ സിമ്പിളായിട്ട് ടെക്നിക്കുണ്ട്. ഏതൊരു സാധനത്തിനെയും ആവറേജ് കിട്ടണമെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഉദാഹരണം, എനിക്ക് വേണ്ടത് ആവറേജ് കോസ്റ്റ് ആണ്. എന്താ വേണ്ടത്? ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്? വേറെ ഒന്നും ഞാൻ ചെയ്യേണ്ടതില്ല. ഞാനിവിടെ ചെയ്യേണ്ടത് ഈ ടോട്ടലിൻ്റെ എവിടെയും ഞാൻ എന്ത് ചെയ്യുക, കോസ്റ്റ് ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? പറഞ്ഞുതരാം. ആവറേജ് കോസ്റ്റ് നമ്മൾ എന്താ എഴുതുക? AC എന്നാണ് എഴുതുക അല്ലേ. അത് കാണാൻ എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് TC ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി നമ്മൾ Q എന്ന് എഴുതും അല്ലേ. അപ്പോൾ ആവറേജ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മളവിടെ കണ്ടെത്തി കഴിഞ്ഞു. എന്താണ്? TC ഡിവൈഡ് ബൈ Q. ഇനി അടുത്ത് എനിക്ക് ആവറേജ് കോസ്റ്റ് വേണ്ട, എനിക്ക് ആവറേജ് കോസ്റ്റ് അല്ല കാണേണ്ടത്, എനിക്ക് കാണേണ്ടത് ആവറേജ് റവന്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ്റെ ഇവിടെ റവന്യൂ എന്ന് കൊടുത്തു അല്ലേ. സമത്തിൻ്റെ ഇപ്പുറത്തെ റവന്യൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മൾ അതേ സംഗതി കൊടുത്തിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഇവിടെയും എന്ത് ചെയ്തു? റവന്യൂ എന്ന് കൊടുത്തു. അപ്പോൾ ഫലത്തിൽ അതെന്താ പറയുക, ആവറേജ് റവന്യൂവിനെ നമ്മൾ ചുരുക്കിയിട്ട് എന്ത് പറയും? AR എന്ന് പറയും. AR ഇസിക്വൽ ടു, AR എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റവന്യൂ. അതിനെന്താ നമ്മൾ എന്ത് പറയും? TR എന്ന് പറയും അല്ലേ. അപ്പോൾ TR ഡിവൈഡ് ബൈ Q എന്നായി അല്ലേ. അപ്പോൾ 2ാമത്തെ ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് വേണ്ട? റവന്യൂ വേണ്ട, കോസ്റ്റ് വേണ്ട, ശരാശരി ചിലവ് വേണ്ട, ശരാശരി വരുമാനം വേണ്ട, റവന്യൂ വേണ്ട എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അതും വായിച്ചു കളഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് അല്ലേ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, അഥവാ ഞാൻ അതിനെ ഫിക്സഡ് കോസ്റ്റ് ഞാൻ തൽക്കാലം ഫിക്സഡ് കോസ്റ്റ് എന്ന് തന്നെ എഴുതുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ സമത്തിൻ്റെ അപ്പുറത്ത് എന്താണോ ഇവിടെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ഈ സമത്തിൻ്റെ ഇവിടെ എന്താണോ കൊടുത്തത് അത് തന്നെ ഞാൻ ഇപ്പുറത്തും കൊടുത്തിരിക്കണം. അത്രേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് പ്രകാരം ഞാനിവിടെ കൊടുക്കുകയാണ്. ജസ്റ്റ് നോക്കിക്കോളൂ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും അല്ലേ. ഈ പറഞ്ഞ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ പ്രകാരം എന്ത് ചെയ്യും? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അഥവാ AFC എന്ന് എഴുതുന്നു. ആൻഡ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് എന്താ എഴുതുക? TFC എന്ന് എഴുതുന്നു അല്ലേ. ഇനി എന്ത് ചെയ്യുന്നു? താഴെയുള്ള ഡിവൈഡഡ് ബൈ Q പഴയതുപോലെ തന്നെ നമ്മൾ ചേർക്കുകയും ചെയ്തു. സിമ്പിൾ. 3 സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ അവസാനമായിട്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് മാറ്റുന്നു. ഞാൻ അവിടെ എന്ത് ചെയ്തു? വേരിയബിൾ എന്ന് ചേർത്തു. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മാറുന്നത്. നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയാം വിഭേദക ചെലവ് എന്നാണ്. എന്താണ് പറയുക? വിഭേദക ചെലവ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ വിഭേദക ചെലവ് കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വിഭേദക ചെലവ് ഉണ്ടാവും അല്ലേ, അഥവാ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അതിന് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ മാറ്റി എഴുതുമ്പം ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ആവറേജ് വേരിയബിൾ കോസ്റ്റ് അഥവാ AVC എന്ന് എഴുതി. ദെൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഞാൻ അതിനെ TVC എന്ന് എഴുതി ഡിവൈഡ് ബൈ Q എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ 4 ടൈപ്പ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച 2ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് എങ്ങനെയാണ്? ഒരൊറ്റ ബേസിക് ഇക്വേഷനാണ്. ആ ബേസിക് ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളൂ. ആവറേജ് എന്ത് ആവറേജിൻ്റെ കാണാനുണ്ടെങ്കിലും ഉറപ്പിച്ചോളൂ, നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടോട്ടൽ ഉണ്ടാവും അല്ലേ. ആ ടോട്ടലിൻ്റെത് എന്താണോ ചേർക്കേണ്ടത് വെച്ചാൽ അത് ചേർക്കുക, ഡിവൈഡ് ബൈ Q ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ ആവറേജ് തേങ്ങ എന്നാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ തേങ്ങ എന്നാക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ ചേർത്ത് ആവറേജ് ചക്ക എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ചക്ക എന്നാക്കി മാറ്റണം. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ അത് അപ്പുറത്ത് തന്നെ കൊടുക്കണം. നമ്മളൊരു പാർഷ്യാലിറ്റി അവിടെ കാണിക്കാൻ പാടില്ല. ഇതാണ് 1ാമത്തെ ട്രിക്ക്. ഇനി 2ാമത്തെ ട്രിക്കാണ്. നോക്കിക്കോളൂ. 2ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് മാർജിനിൽ വെച്ച് കാണാനുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് മാർജിനൽ യൂട്ടിലിറ്റി, അഥവാ നിങ്ങൾ ഇടണം യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ MU പഠിച്ചിട്ടുണ്ടാവില്ല എല്ലാവരും, ഈ പറഞ്ഞ യൂട്ടിലിറ്റി. ഓക്കെ ഫൈൻ, യൂട്ടിലിറ്റി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? MU ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി സമത്തിൻ്റെ അപ്പുറത്ത് എന്താണോ കൊടുത്തത് അത് അപ്പുറത്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ എന്ത് കൊടുത്താലും അതിനെന്ത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് കൊടുത്തിരിക്കണം. നമ്മൾ ഒരുപോലെ നീതിമാനായ ഭരണാധികാരിയായിട്ട് മാറണം എന്ന് പറയും പോലെ ടോട്ടൽ യൂട്ടിലിറ്റി ആണല്ലോ ഡെൽറ്റ TU ഡിവൈഡ് ബൈ ഡെൽറ്റ Q ചെയ്താൽ മതി, ഈസി ആയിട്ട് കിട്ടും. ഇനി അടുത്തത് ഈ പറഞ്ഞ MC, എനിക്ക് വേണ്ടത് മാർജിനൽ കോസ്റ്റ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. മാർജിനൽ കോസ്റ്റ് ആണ് വേണ്ടത് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ ടോട്ടൽ യൂട്ടിലിറ്റി നിന്ന് മാറ്റി എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് എന്നാക്കി മാറ്റണം. അപ്പോൾ നോക്കിക്കോളൂ, മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ TC ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്ന്. സിമ്പിളാണല്ലോ, അതും സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മാർജിനൽ കോസ്റ്റ് കഴിഞ്ഞു, മാർജിനൽ റവന്യൂ ആണ് അടുത്ത് വേണ്ടതെന്ന് വിചാരിക്കുക. മാർജിനൽ റവന്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. മാർജിനൽ റവന്യൂ ആണെങ്കിൽ ടോട്ടൽ റവന്യൂ ഉണ്ടാവും അല്ലേ? ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ എന്ന് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു? മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ Q എന്ന് കൊടുക്കുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ, അത് നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളിത് പഠിച്ചിട്ട് ഒരു ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. ഫസ്റ്റ് ചാപ്റ്റർ, ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ആളാണ് ഈ പറഞ്ഞ ആൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളൂ. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് മാർജിനലിൻ്റെ കോൺസെപ്റ്റ് കാണാനാണെങ്കിലും, അഥവാ മാർജിനൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പിക്കുക, നമുക്ക് 2 ഡെൽറ്റ വേണം, മുകളിലും താഴെയും 2 ത്രികോണങ്ങൾ അഥവാ ഡെൽറ്റ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടോട്ടൽ എന്ന് ചേർത്തിട്ട് എന്താണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക, ക്വാണ്ടിറ്റിക്ക് Q എന്ന് ചേർക്കുക. ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാനിവിടെ ചേർക്കുന്നത് മാർജിനൽ തേങ്ങ എന്നാണെങ്കിൽ, മാർജിനൽ തേങ്ങ എന്നാണെങ്കിൽ ടോട്ടൽ തേങ്ങ എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി മാർജിനൽ മാങ്ങ എന്നാണെങ്കിൽ ടോട്ടൽ മാങ്ങ എന്ന് നമ്മൾ ചേർക്കുന്നു. ബാക്കിയെല്ലാം സെയിം ഇക്വേഷനാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട ട്രിക്ക് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ ബേസിക് ഈ ഫോം ഉണ്ടല്ലോ, ഈ ഫോർമാറ്റ് പഠിച്ചെടുക്കുന്നത് മാത്രമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 10-12 ഇക്വേഷൻസ് ഇത് വെച്ച് മാത്രം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ എല്ലാവരും കൊണ്ടും പറ്റട്ടെ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.